ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. സസ്യകലകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലൂടെ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് കമ്പോണന്റ് ഓഫ് ഫ്ലോയം ഈസ് ബേസിക്കലി റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്ലോക്കേഷൻ ഓഫ് ഫുഡ്? ഭക്ഷണത്തിന്റെ ട്രാൻസ്ലോക്കേഷൻ നമുക്കറിയാം. ചെടികളിൽ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം അല്ലെ, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ് ഇലകളിൽ പ്രധാനമായിട്ടും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഇലകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണത്തിനെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം. അതിനായിട്ട് സഹായിക്കുന്ന പ്ലാന്റ് ടിഷ്യൂ, സസ്യകല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ഫ്ലോയം എന്ന് പറയുന്നതാണ്. ഫ്ലോയം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്? ഒരു വാസ്കുലാർ ടിഷ്യൂ ആണ്. ഫ്ലോയം വാസ്കുലാർ ടിഷ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ചെടികളിൽ രണ്ട് പ്രധാനപ്പെട്ട വാസ്കുലാർ ടിഷ്യൂ ആണുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയും. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. ഇതിന്റെ വിശദമായിട്ടുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. കോംപ്ലക്സ് എന്നുള്ള പേര് വരാൻ കാര്യം അതിൽ ഒരുപാട് തരത്തിലുള്ള, ഒരുപാട് സ്ട്രക്ചറുള്ള കമ്പോണന്റ് കാണാനായിട്ട് സാധിക്കും. കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും എന്ന് പറയുന്നത്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയും. അപ്പൊ ഈ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ രണ്ട് തരത്തിലാണ് ചെടികളിൽ ഉള്ളത്. ഒന്ന് സൈലം എന്ന് പറയുന്നതാണ്, രണ്ടാമത്തെ എന്താണ്? ഫ്ലോയം എന്ന് പറയുന്നതാണ്. സൈലം ആൻഡ് ഫ്ലോയം. സോ സസ്യകലകളിൽ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആയിട്ടുള്ള രണ്ട് കലകൾ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെ ജോലി നമുക്കറിയാം വാട്ടർ ട്രാൻസ്പോർട്ടാണ്, വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ടാണ്. വേരുകൾ അബ്സോർബ് ചെയ്യുന്ന വെള്ളത്തിനെ ചെടിയുടെ പല ഭാഗങ്ങളിലേക്ക് മേലോട്ടായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതേസമയം ഫ്ലോയത്തിന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫ്ലോയം ഫുഡ്, അങ്ങനെ ഓർത്ത് വെക്കുക. ഫ്ലോയം ഫുഡ്, ഫ്ലോയത്തിന്റെ ട്രാൻസ്പോർട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവർ രണ്ടുപേരെയും കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയും. വാസ്കുലാർ ടിഷ്യൂ എന്നുള്ള രീതിയിലും വിളിക്കും. കാര്യം ഇതിൽ ഒരുപാട് തരത്തിലുള്ള കമ്പോണന്റുകൾ കാണാൻ സാധിക്കും. അതിനെ നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാം നോക്കാം. സൈലത്തിലെ ആദ്യത്തെ ടൈപ്പാണ് സൈലം പാരൻകൈമ എന്ന് പറയുന്ന ടിഷ്യൂ. സൈലം പാരൻകൈമ. സൈലം പാരൻകൈമ പോലെ നമുക്ക് എവിടെയും എന്ത് കാണാൻ പറ്റും? ഫ്ലോയത്തിലും കാണാൻ പറ്റും. ഫ്ലോയം പാരൻകൈമ. സൈലം പാരൻകൈമ പോലെ നമുക്ക് എന്തുണ്ട്? ഫ്ലോയം പാരൻകൈമ ഉണ്ട്. ഇപ്പൊ രണ്ടും ഒരേപോലെയാണ്. അടുത്തായിട്ട് സൈലം ഫൈബർ. സൈലം ഫൈബർ എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ട്. സൈലം ഫൈബർ. അതുപോലെ തന്നെ ഫ്ലോയത്തിൽ എന്തുണ്ട്? ഫ്ലോയം ഫൈബർ ഉണ്ട്. ഫ്ലോയം ഫൈബർ. ഫ്ലോയം ഫൈബർ. സൈലം പാരൻകൈമ, ഫ്ലോയം പാരൻകൈമ. സൈലം ഫൈബർ, ഫ്ലോയം ഫൈബർ. ഓക്കെ, അവരെ നമ്മൾ പഠിച്ചു. അടുത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈലത്തിന്റെ താഴെയായിട്ട് നിങ്ങൾ TV എന്ന് എഴുതി വെക്കുക. സൈലത്തിന്റെ പരസ്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ TV കണ്ടിട്ടുണ്ടാവും. അപ്പൊ സൈലത്തിന്റെ താഴെയായിട്ട് TV എന്ന് എഴുതുക. അപ്പൊ TV ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണെന്ന് ഓർത്ത് വെക്കുക. കമ്പ്യൂട്ടർ സിസ്റ്റം CS എന്ന് ഓർത്ത് വെക്കുക. കമ്പ്യൂട്ടർ സിസ്റ്റം CS. സൈലത്തിന്റെ താഴെ TV, ഫ്ലോയത്തിന്റെ താഴെ CS. ഈ T എന്ന് പറയുന്നത് ട്രക്കീഡ്സ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. സൈലത്തിന്റെ താഴെയാണ് എന്ത് വരുന്നത്? ട്രക്കീഡ്സ് വരുന്നത്. ദെൻ വെസൽസ് എന്ന് പറയുന്നതാണ് സൈലത്തിന്റെ അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത്. സൈലം പാരൻകൈമ, സൈലം ഫൈബർ, ട്രക്കീഡ്, വെസൽ. ഇവിടെ എന്താ വരിക? ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബർ. C എന്ന് പറയുന്നത് കമ്പാനിയൻ കോശങ്ങൾ, കമ്പാനിയൻ സെൽസ് എന്ന് പറയും. ആൻഡ് S എന്ന് പറയുന്നതാണ് സീവ് ട്യൂബ് കോശങ്ങൾ, സീവ് ട്യൂബുകൾ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ഇപ്പൊ 4 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചു. ഇനി ഇവരിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജീവനുള്ള കോശങ്ങളല്ല. സൈലത്തിന്റെ കേസിൽ സൈലം പാരൻകൈമ മാത്രമാണ് ലിവിങ് ടിഷ്യൂ എന്ന് പറയുന്നത്, ജീവനുള്ള കോശങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരും എന്താണ്? സൈലം ഫൈബർ, ട്രക്കീഡ്, വെസലൊക്കെ ഡെഡ് ആണ്. ഫ്ലോയത്തിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോയം ഫൈബർ മാത്രം. ഈ ഫൈബർ എന്ന് പറയുമ്പോൾ ബ്രഷിന്റെ ഫൈബർ, ചൂലിന്റെ ഫൈബർ, അതൊക്കെ നോൺ ലിവിങ് ആണ് അല്ലെ, അങ്ങനെ കണക്ട് ചെയ്യാം. ഫ്ലോയം ഫൈബർ മാത്രം ഡെഡ്. ഫ്ലോയം പാരൻകൈമ ലിവിങ്, കമ്പാനിയൻ സെൽ ലിവിങ്, സീവ് ട്യൂബ് ലിവിങ്. ബാക്കി എല്ലാവരും ലിവിങ് ആണ്. ഓക്കെ, സോ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് NCERTയിലെ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൂടി വായിക്കാം. Phloem is made up of 4 types of elements: sieve tube, companion cell, phloem fiber and phloem parenchyma. അതിൽ sieve tube എന്ന് പറയുന്നതിനെ പറ്റി NCERT പറയുന്നുണ്ട്. ആ ട്യൂബുലാർ സെൽ,
ട്യൂബ് പോലെ ഷേപ്പുള്ള സെല്ലുകളാണ്. വിത്ത് പെർഫോറേറ്റഡ് വാൾ എന്നാണ് പറയുന്നത്. പെർഫോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഷിരങ്ങൾ. നമ്മുടെ അരിപ്പയാണ് സീവ് എന്ന് പറയാം. സുഷിരങ്ങൾ നിറഞ്ഞ ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറാണ് ഈ പറഞ്ഞ സീവ് ട്യൂബുകൾക്കുള്ളത്. ഈ സീവ് ട്യൂബുകളാണ് പ്രധാനമായിട്ടും ഈ ഫ്ലോയത്തിൽ ഭക്ഷണത്തിനെ മുകളിലോട്ടേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് സീവ് ട്യൂബുകൾ. അപ്പൊ പ്രധാനമായിട്ടും ഫുഡിന്റെ ട്രാൻസ്ലൊക്കേഷന് സഹായിക്കുന്ന ആരാണ്? സീവ് ട്യൂബാണ്. ഇനി NCERT പറയുന്ന ഒരു കാര്യം നോക്കിക്കേ. ഫ്ലോയം ഈസ് അൺലൈക്ക് സൈലം ഇൻ ദാറ്റ് മെറ്റീരിയൽസ് ക്യാൻ മൂവ് ഇൻ ബോത്ത് ഡയറക്ഷൻ. സൈലത്തിൽ ഒരൊറ്റ ഡയറക്ഷനിലെ ട്രാൻസ്പോർട്ട് ഉള്ളൂ. വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ട് താഴെ നിന്ന് മുകളിലേക്കാണ്. പക്ഷെ ഫ്ലോയത്തിന്റെ കേസിൽ അങ്ങനെയല്ല, ബൈ ഡയറക്ഷണൽ എന്ന് പറയും. മേലോട്ടും പോവും താഴോട്ടും പോവും. ഭക്ഷണം മേലോട്ടും പോവും താഴോട്ടും പോവും. ബൈ ഡയറക്ഷനിലാണ്. ആ കാര്യം കൂടി NCERT പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വിച്ച് കമ്പോണന്റ് ഓഫ് ഫ്ലോയം ഈസ് ബേസിക്കലി റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ്? ഏതാണ് ആൻസർ? സീവ് എലമെന്റ്സ് എന്ന് പറയുന്നതാണ്. സീവ് എലമെന്റ്സ്. കാരണം ട്യൂബ് പോലെയുള്ള ഈ സ്ട്രക്ചറിൽ കൂടിയാണ് ഭക്ഷണം പോകുന്നത്. എങ്ങനെ ഓർത്ത് വെക്കുക? നമ്മൾ കിടപ്പിലായ രോഗികൾക്കൊക്കെ ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കാറില്ലേ? അപ്പൊ സീവ് ട്യൂബാണ് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. ഓപ്ഷൻ ബി, സീവ് ട്യൂബ് ഭക്ഷണത്തിന്റെ ട്രാൻസ്ലൊക്കേഷന് പ്രധാനമായിട്ടും സഹായിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്ലാന്റ് ടിഷ്യൂ ഒന്ന് സിമ്പിൾ ആയിട്ട് ഒറ്റ സ്ലൈഡിലൂടെ പഠിക്കാൻ പോവാണ്. പ്ലാന്റ് ടിഷ്യൂ, സസ്യകലകൾ, എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെയുള്ള പ്രത്യേകതകൾ എന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ഈ പ്ലാന്റ് ടിഷ്യൂവിനെ ബേസിക്കലി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്നറിയോ? ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയും. ഒന്നാമത്തെ പേര് എന്താ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പെർമനന്റ്. അപ്പൊ ഇത് ചുമ്മാ നമ്മൾ ക്ലാസിഫൈ ചെയ്യല്ല, കൃത്യമായിട്ടുള്ള കാരണം ഇവിടെ ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് സസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാവുന്നത്, ഗ്രോത്ത്. ഓക്കെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുന്ന ആരാണ്? ഈ പറഞ്ഞ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോശം ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഗ്രോത്തിന് കാരണമായിട്ടുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ അടങ്ങിയിട്ടുള്ള കോശങ്ങൾ എന്ന് പറയുന്നത് they are actively dividing. ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ്. അപ്പൊ ഈ കോശങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു കോശം ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു കോശം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, രണ്ട് പുതിയ കോശങ്ങളായിട്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് ലോജിക്കലായിട്ട് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഡിവൈഡ് ചെയ്യുന്ന കോശത്തിന് എന്തുണ്ടാവണം? ലാർജ് സൈറ്റോപ്ലാസം ഉണ്ടാവണം. സൈറ്റോപ്ലാസത്തിന്റെ കോശദ്രവ്യത്തിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. എങ്കിലേ പുതിയ രണ്ട് കോശങ്ങൾക്കും അയാൾക്ക് സൈറ്റോപ്ലാസം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്നാം ഫീച്ചറാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഇയാളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രോമിനന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കട്ടി കൂടിയ ഒരു ന്യൂക്ലിയസ് ആയിരിക്കണം. ഈ പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ടായിക്കഴിഞ്ഞാലേ പുതിയ കോശങ്ങൾക്കും ന്യൂക്ലിയസിനെ ഇയാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ലാർജ് സൈറ്റോപ്ലാസം ആയിരിക്കണം, പ്രോമിനന്റ് ന്യൂക്ലിയസ് ആയിരിക്കണം. ഇനി പ്ലാന്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സെല്ലുകൾക്ക് എന്തുണ്ടാവും? ഒരു സെൽ വാൾ എന്ന് പറയുന്ന പുറമേയുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു കട്ടി കൂടിയ പേപ്പർ മുറിക്കാനായിട്ട് നമുക്ക് പാടാണ്. അതുപോലെ തന്നെ ഈ കോശങ്ങൾ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കട്ടി കൂടിയ സെൽ വാളാണെങ്കിൽ ആ ഒരു പ്രോസസ്സിന് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സെൽ വാളിന്റെ കട്ടി വളരെ കുറവായിരിക്കും, തിന്നായിട്ടുള്ള സെൽ വാളായിരിക്കും. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരിൽ എന്ത് കാണാൻ പറ്റില്ല? വാക്യൂളുകൾ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ പറ്റില്ല. നമ്മൾ കോശം എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, വാക്യൂളുകൾ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ വാട്ടർ, സെൽ സാപ്പ്, ഇതിനെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് വാക്യൂൾ എന്ന് പറയുന്നത്. ഒരു പ്ലാന്റ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ആ വാക്യൂളുകൾ എന്ന് പറയുന്നത് 50 മുതൽ 90% വരെ പ്ലാന്റ് സെല്ലിന്റെ ഏരിയ ചിലപ്പോൾ കവർ ചെയ്യും. അങ്ങനെ ആവാൻ പാടില്ല. കാരണം സൈറ്റോപ്ലാസം വേണം കൂടുതലായിട്ട് ഇവിടെ വേണ്ടത്. പുതിയ രണ്ട് സെല്ലുകൾക്കും ഇയാൾക്ക് സൈറ്റോപ്ലാസം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ വാക്യൂളുകൾ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സ് അവിടെ സംഭവിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെരിസ്റ്റമാറ്റിക് കോശങ്ങളിൽ വാക്യൂളുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ലോജിക്കലായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. മെരിസ്റ്റമാറ്റിക് കോശങ്ങൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. അപ്പൊ ലാർജ് സൈറ്റോപ്ലാസം ആയിരിക്കും, പ്രോമിനന്റ് ന്യൂക്ലിയസ് ആയിരിക്കും, തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ സെൽവാളായിരിക്കും. വാക്യൂളുകൾ ഇതിൽ ഉണ്ടാവില്ല. ഇതാണ് പ്രത്യേകതകൾ. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്
ചെടിയുടെ റൂട്ടിന്റെയും ഷൂട്ടിന്റെയും അറ്റത്തായിട്ട്, മേലെ ഭാഗം ഷൂട്ട് എന്ന് പറയും, ഷൂട്ടിന്റെ അറ്റത്തായിട്ടും താഴെ ഭാഗം വേരിന്റെ അറ്റത്തുമായിട്ട് കാണുന്നതാണ്. അപ്പൊ അവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അപ്പിക്കൽ മെരിസ്റ്റത്തിലെ കോശങ്ങൾ എന്ത് ചെയ്യും? ഈ ഷൂട്ടിന്റെ ലെങ്ത്തും റൂട്ടിന്റെ ലെങ്ത്തും കൂട്ടാനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ലെങ്ത് കൂടാനായിട്ട് സഹായിക്കുന്നത് ഈ അറ്റത്തായിട്ട്, ടിപ്പിലായിട്ട്, ഷൂട്ടിന്റെയും റൂട്ടിന്റെയും ടിപ്പിലായിട്ട്, അപ്പിക്കൽ അറ്റത്ത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. റൂട്ടിന്റെയും ഷൂട്ടിന്റെയും അറ്റത്തായിട്ട് കാണുന്നത് ഏത് മെരിസ്റ്റമാണെന്ന് ചോദിച്ചാൽ അത് എപ്പിക്കൽ മെരിസ്റ്റമാണ്. എപ്പിക്കൽ മെരിസ്റ്റം ചെടികളുടെ ലെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. രണ്ടാമത്തതാണ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയും. ഇന്റർ കാലറി മെരിസ്റ്റം. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് ചെടിയുടെ ഇല മുളയ്ക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഇലകൾക്കിടയിലായിട്ടുള്ള ആ സ്പേസ്, അതിനെയാണ് നമ്മൾ ഇന്റർ നോഡ് എന്ന് പറയാം. ഇന്റർ നോഡ് എന്ന് പറയും. അപ്പൊ ആ ഇന്റർ നോഡിന്റെ ഒരു ഗ്രോത്തിന് കാരണമാകുന്ന ആരാണ്? ഈ ഇന്റർ കാലറി മെരിസ്റ്റമാണ്. ഇന്റർ നോഡ്, നോഡിന്റെ ഇടയിലായിട്ട് ലെങ്ത് കൂടാനായിട്ട് സഹായിക്കുന്ന മെരിസ്റ്റമാണ് ഇന്റർ കാലറി മെരിസ്റ്റം. ഇന്റർ കാലറി മെരിസ്റ്റം. അപ്പൊ ചെടിയുടെ വണ്ണം കൂട്ടുന്നത് ആര് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. അതിനാണ് മൂന്നാമത്തെ മെരിസ്റ്റം ഉള്ളത്, ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം. അപ്പൊ ലാറ്ററൽ മെരിസ്റ്റം എന്തിനാണ് സഹായിക്കുന്നത്? ചെടിയുടെ വണ്ണം കൂടാനായിട്ട്, വിഡ്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കാംബിയം എന്നുള്ള പേര് കൂടിയുണ്ട്. ഓർത്തു വെക്കുക, ലാറ്ററൽ മെരിസ്റ്റത്തിന് കാംബിയം എന്നുള്ള പേര് കൂടിയുണ്ട്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു: എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. ഇങ്ങനെ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കോശങ്ങൾ അടങ്ങിയ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ അവർ മറ്റു ചില ജോലികൾക്ക് വേണ്ടി സ്പെസിഫൈഡ് ആവും. നമ്മുടെ ജീവിതം പോലെ തന്നെ. അതായത് നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം കഴിഞ്ഞ് നമ്മൾ ഒരു പെർമനന്റ് ആയിട്ടുള്ള ജോലിയിലേക്ക് മാറും, ജീവിതത്തിനെ പറ്റി സീരിയസ് ആവും. ആ ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കും. അങ്ങനെയാണ് ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആക്റ്റീവ്ലി ഡിവൈഡിങ് എന്നുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഫേസ് കഴിഞ്ഞ് ചില പ്രത്യേക ജോലികൾക്ക് വേണ്ടി സ്പെസിഫൈഡ് ആവും, പെർമനന്റ് ആയിട്ട് മാറും. അങ്ങനെയുള്ള ചെടിയുടെ ടിഷ്യൂസിനെയാണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പെർമനന്റ് ടിഷ്യൂ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ്, രണ്ടാമത്തത് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയും. സിമ്പിൾ പെർമനന്റ് ആൻഡ് കോംപ്ലക്സ് പെർമനന്റ്. ഞാൻ സ്ലൈഡ് ഒന്ന് മാറ്റി എഴുതുകയാണ്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ, രണ്ട് തരത്തിലുള്ള പെർമനന്റ് ടിഷ്യൂ. ഈ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, സിമ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ തരത്തിലുള്ള സെയിം കോശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് സെല്ലുകൾ ചേർന്നതാണ്. 3 ടൈപ്പാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആളുടെ പേരാണ് പാരൻകൈമ. പാരൻകൈമ എന്ന് വിളിക്കും. രണ്ടാമത്തെ ആളുടെ പേര് കോളൻ കൈമ. കോളൻ കൈമ. മൂന്നാമത്തെ ആളുടെ പേര് സ്ക്ലീറൻ കൈമ. പാരൻ കൈമ, കോളൻ കൈമ ആൻഡ് സ്ക്ലീറൻ കൈമ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ്. സൈലം ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോയം ഉണ്ട്. കാര്യം ഇതിൽ സെയിം ടൈപ്പ് ഓഫ് സെൽ അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽ ഉണ്ട്. അതുകൊണ്ടാണ് കോംപ്ലക്സ് എന്നുള്ള പേരിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പാരൻ കൈമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്യാം. പാരൻ കൈമ. പാരൻ കൈമ ഏറ്റവും കോമൺ ആയിട്ടുള്ള, ചെടികളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് ഈ പാരൻ കൈമ എന്ന് പറയുന്നത്. പാരൻ കൈമ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെയുള്ള കോശങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചതായിട്ട് കാണാൻ പറ്റും. ഇവര് ഭയങ്കര ലൂസ് ആയിട്ടാണ്, ലൂസ്ലി അറേഞ്ച്ഡ് എന്നാണ് NCERT കൊടുത്തിരിക്കുന്ന വാചകം. ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തു വെച്ചാൽ അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോശങ്ങൾക്കിടയിൽ എന്ത് കാണാൻ പറ്റും? സ്പേസ് കാണാൻ പറ്റും. അതായത് ദർ ഈസ് ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് നമ്മൾ പറയും. ദർ ഈസ് ഇന്റർ സെല്ലുലാർ സ്പേസ്. കോശങ്ങൾക്കിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഇന്റർ സെല്ലുലാർ സ്പേസ്. ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള കോശങ്ങളാണ്, ഇന്റർ സെല്ലുലാർ സ്പേസ് ഉണ്ട്. രണ്ട് പ്രത്യേകതകളായി. അടുത്തത് ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഓർത്തു വെക്കുക, 3S. എസിൽ തുടങ്ങുന്ന 3 കാര്യങ്ങളാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഒന്നാമത്തെ S എന്ന് പറയുന്നത് സിന്തസിസ്. സിന്തസിസ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്തിനെങ്കിലും ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ചെടികളിൽ നടക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള സിന്തസിസ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ വെളിച്ചം. വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണത്തെ ഉത്പാദിപ്പിക്കുന്ന പ്രോസസ് ഫോട്ടോസിന്തസിസ്. ഇതിനെ സഹായിക്കുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ ക്ലോറോഫിൽ ഏത് പാരൻ കൈമയിലാണോ ഉള്ളത്
ആ പാരന്റ് കൈമകൾ എന്ത് ചെയ്യും? സിന്തസൈസ് ചെയ്യും, ഭക്ഷണത്തിനെ സിന്തസൈസ് ചെയ്യും. ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള പാരന്റ് കൈമയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ക്ലോറൻ കൈമ എന്ന് വിളിക്കും. ഓർത്തു വെക്കുക, ക്ലോറൻ കൈമ, ക്ലോറൻ കൈമ. ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള പാരന്റ് കൈമ ക്ലോറൻ കൈമ. ഇനി രണ്ടാമത്തെ എസ് എന്ന് പറയുന്നത് സപ്പോർട്ട് എന്ന് പറയുന്നതാണ്. സപ്പോർട്ട്, ഒരു ബേസിക് സപ്പോർട്ടായിട്ട്, ബേസിക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു ജോലിയായിട്ട് ആര് ആക്ട് ചെയ്യും? പാരന്റ് കൈമ. ചില ചെടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ചെടികൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പൊങ്ങി നിൽക്കാൻ കാരണം നമ്മുടെ ഈ ട്യൂബുകൾ, ടയറൊക്കെ ഉപയോഗിച്ച് നീന്തൽ പഠിക്കലുണ്ടല്ലോ, അതിങ്ങനെ വെള്ളത്തിൽ പൊന്തി നിൽക്കും. കാരണം അതിന്റെ ഉള്ളിൽ എയർ കയറി നിൽക്കുന്നതിനെ കൊണ്ടാണ്. അങ്ങനെ ചില പാരന്റ് കൈമ കോശങ്ങളുടെ ഉള്ളിലായിട്ട് എയർ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ചെടികളെ അത് വെള്ളത്തിന്റെ മുകളിലേക്ക് നിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പാരന്റ് കൈമയാണ് നമ്മൾ എന്ത് വിളിക്കുക? എയറൻ കൈമ എന്ന് വിളിക്കും. എയർ നിറഞ്ഞിരിക്കുന്ന, ഫ്ലോട്ട് ചെയ്യാനായിട്ട്, ഈ വാട്ടർ ലില്ലി പോലെയുള്ള ചെടികളൊക്കെ ഫ്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എന്താണ്? എയറൻ കൈമ. എയർ ഫിൽഡ് ആയിട്ടുള്ള പാരന്റ് കൈമ എയറൻ കൈമ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് എന്ന് പറയുന്നതാണ്. ഈ ചെടി ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ താൽക്കാലികമായിട്ടൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നവരാണ് ഈ പാരന്റ് കൈമയാണ്. അപ്പൊ 3 ജോലികൾ: സിന്തസിസ്, സപ്പോർട്ട്, സ്റ്റോറേജ്. 3 എസിൽ തുടങ്ങുന്നത്. ഇനി പാരന്റ് കൈമയിലെ കോശങ്ങൾ എന്ന് പറയുന്നത് ലിവിങ് ആണ്, ജീവനുള്ള കോശങ്ങളാണ്. ഇത്രയും നമുക്ക് മനസ്സിലാക്കി വെക്കാം പാരന്റ് കൈമയെ പറ്റി. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കോളൻ കൈമയിലേക്കാണ്. കോളൻ കൈമ. കോളൻ കൈമയിലെ കോശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കോളൻ കൈമയിലെ കോശങ്ങൾക്കിടയിൽ സ്പേസ് വളരെ കുറവായിരിക്കും. നമ്മളിങ്ങനെ മുറ്റത്തൊക്കെ ഇന്റർലോക്ക് ചെയ്ത് വെച്ച പോലെയായിരിക്കും ആ കോശങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതായത് സ്പേസ് കുറയാണ്. സ്പേസ് പാരന്റ് കൈമയിലെ പോലെ നമുക്ക് കോശങ്ങൾക്കിടയിലായിട്ട് സ്പേസ് കാണാൻ പറ്റില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോളൻ കൈമയുടെ കോർണറുകൾ കട്ടി കൂടിയ കോർണറുകളാണ്. കട്ടി കൂടിയ കോർണറുകൾ. ചില വസ്തുക്കൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിനാൽ തന്നെ കട്ടി കൂടിയ, കോർണേഴ്സ് ആർ തിക്കൻഡ് എന്നാണ് NCERT പറയുന്നത്. കോർണേഴ്സ് ആർ തിക്കൻഡ്. എങ്ങനെ ഓർത്തു വെക്കാം? നമ്മൾ കോളൻ കൈമ എന്നാണ് പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോർണേഴ്സ് എന്താണ്? തിക്കൻഡ് ആണെന്ന് ഓർത്തു വെക്കുക, അല്ലെ? ഇതിന്റെ കോർണേഴ്സ് തിക്കൻഡ് ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? യെസ്. ഇനി ഈ കോളൻ കൈമ എന്തിനാണ് സഹായിക്കുന്നത്? ഈ കോളൻ കൈമ സഹായിക്കുന്നത് ചെടിക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനാണ്. ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനായിട്ട് ആര് സഹായിക്കുന്നു? കോളൻ കൈമ സഹായിക്കുന്നു. ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അപ്പൊ ചെടിക്ക് നന്നായിട്ടൊരു വഴക്കം കിട്ടാനായിട്ട് സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? ടിഷ്യൂസ് ഏതാണ്? കോളൻ കൈമയാണ്. ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള വാക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് കോളൻ കൈമയെ പറ്റിയാണ് പറയുന്നത്. ഈ കോളൻ കൈമയിലെ കോശങ്ങളും പാരന്റ് കൈമ പോലെ ലിവിങ് കോശങ്ങളാണ്, ജീവനുള്ള കോശങ്ങളാണ്. അപ്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡാൻസറിനെ കണ്ടാലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സീക്വൻസ് ചെയ്യുന്ന മോഹൻലാലിനെ പോലെയൊക്കെയുള്ള നടനം ഒക്കെ സ്ക്രീനിൽ കണ്ടാൽ പുള്ളിയുടെ ഡാൻസ് കൊള്ളാം, ഫൈറ്റ് കൊള്ളാം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? കൊള്ളാം. കോളൻ. ഫ്ലെക്സിബിലിറ്റി കോളൻ കൈമ. ഫ്ലെക്സിബിലിറ്റി കോളൻ കൈമ. ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ആളാണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. സ്ക്ലീറൻ കൈമയുടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ കോശങ്ങൾ പാരന്റ് കൈമ, കോളൻ കൈമ പോലെയല്ല, ഡെഡ് ആയിട്ടുള്ള, ജീവനില്ലാത്ത കോശങ്ങളാണ്. അതാണ് ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഡെഡ് ആയിട്ടുള്ള കോശങ്ങൾ നമുക്കറിയാം, നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ജീവനില്ലാത്ത ഈ കല്ലും ഇഷ്ടികയൊക്കെയാണ്. അതുപോലെ തന്നെ ചെടിക്കൊരു ബേസിക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ക്ലീറൻ കൈമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇത് പ്രധാനമായിട്ടും ഒരു എക്സാമ്പിൾ ആയിട്ട് NCERT പറയുന്നത് കോക്കനട്ട് ഹസ്ക് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ചേരിയിലെ, തേങ്ങയിലെ ചേരി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടുള്ള, ഒരു കവറിംഗ് ആയിട്ടുള്ള ഡെഡ് സെല്ലുകൾ അടങ്ങിയിട്ടുള്ള ടിഷ്യൂ ആണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. സ്ക്ലീറൻ കൈമ. അപ്പൊ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂലെ 3 ടൈപ്പ് നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ നമ്മൾ ഓൾറെഡി അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? ലാക്ക് ഓഫ് വാക്യൂൾ. വാക്യൂളുകൾ ഇല്ല, അല്ലെ? ശരിയായിട്ടുള്ള കാര്യമാണ്. തിൻ വാൾഡ് ആണ്, കട്ടി കുറഞ്ഞ സെൽ വാളാണ്. പ്രസൻസ് ഓഫ് വാക്യൂൾ തെറ്റാണ്. വാക്യൂൾ ഉണ്ടാവാൻ പാടില്ല. കാര്യം ഉണ്ടായാൽ അത്രയും സ്പേസ് എടുക്കും, അത്രയും സൈറ്റോപ്ലാസം കുറഞ്ഞു പോകും, പുതിയ കോശങ്ങൾക്ക് നൽകാൻ പറ്റില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലാണ് അല്ലെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ? ഇറ്റ് ഈസ് ഫൗണ്ട് ഫ്യൂ ലെയേഴ്സ് ബിനീത്ത് ദ എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഏറ്റവും പുറമേയുള്ള ടിഷ്യൂ ആണ്. അതിന്റെ കുറച്ച് ലെയറുകൾ താഴെയായിട്ടാണ് ഈ പറഞ്ഞ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉള്ളത്. ശരിയാണ്. ഫുഡ് സ്റ്റോറേജ് ഓക്കേഴ്സ് ഇൻ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. നമ്മൾ പറഞ്ഞു പാരൻ കൈമ സ്റ്റോറേജ് ഉണ്ട്, അപ്പൊ ചില സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ സ്റ്റോർ ചെയ്യാറുണ്ട്. സ്ക്ലീറൻ കൈമ ഈസ് ദ മോസ്റ്റ് കോമൺ. അല്ല, സ്ക്ലീറൻ കൈമ അല്ല. ആരാണ്? പാരൻ കൈമയാണ് ഏറ്റവും കോമൺ. ആദ്യം പറഞ്ഞ ആളാണ് ഏറ്റവും കോമൺ. പാരൻ കൈമ ഈസ് ദ മോസ്റ്റ് കോമൺ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഈസ് ജനറലി കമ്പോസ്ഡ് ഓഫ് ലിവിംഗ് സെൽ. ലിവിംഗ് സെല്ലുകളാണ് അല്ലെ. ലിവിംഗ് സെല്ലുകൾ കൊണ്ടാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഈസ് ഇൻകറക്റ്റ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെൽസ് ആർ സ്മോൾ, തിൻ വാൾഡ് ആൻഡ് ഡെൻസ്ലി സൈറ്റോപ്ലാസ്മിക് വിത്ത് ലാർജ് ന്യൂക്ലിയസ്. ചെറിയ സെല്ലുകൾ, തിൻ വാൾഡ് ആണ്, ഡെൻസ്ലി സൈറ്റോപ്ലാസ്മിക് ആണ്, ലാർജ് ന്യൂക്ലിയ ആണ്. ശരിയാണ്. എനേബിൾ ലൈഫ് ലോങ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്. ഗ്രോത്തിന് സഹായിക്കുന്നവരാണ്. ശരിയാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽ. ശരിയാണ്. മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ ഡെഡ് അറ്റ് മെച്യൂരിറ്റി. അല്ല, ലിവിംഗ് ആണ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. അങ്ങനെയെങ്കിൽ ജീവൻ വേണം അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി. വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ ലൊക്കേഷൻ ഓഫ് ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ എ പ്ലാന്റ് ബോഡി? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂയുടെ സ്ഥാനം എവിടെയാണ്? അറ്റ് സം സ്പെസിഫിക് റീജിയൻ. ചെടിയുടെ എല്ലാ സൈഡിലും ഇയാളില്ല. എല്ലാ സൈഡിലും ഉണ്ടായിരുന്നെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ഗ്രോത്ത് വേണം. അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. NCERT അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഒക്കർ ഓൺലി ഇൻ സർട്ടൻ സ്പെസിഫിക് റീജിയൻ. ദിസ് ഈസ് ബിക്കോസ് ഡിവൈഡിംഗ് ടിഷ്യൂ, ഓൾസോ നോൺ ആസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഈസ് ലൊക്കേറ്റഡ് ഓൺലി അറ്റ് ദിസ് പോയിന്റ്. സ്പെസിഫിക് റീജിയൻ എന്നുള്ളതാണ് NCERT പറയുന്നത്. സ്പെസിഫിക് റീജിയനിൽ തന്നെയാണ്. അത് തന്നെയാണ് എക്സാമിനർ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഹാവ് ഇറ്റ് സെൽ വാൾ ലിഗ്നിഫൈഡ്? അത് നിങ്ങൾ ഓർത്തു വെക്കണം. ലിഗ്നിഫൈഡ്. ലിഗ്നിൻ എന്ന് പറയുന്ന കെമിക്കൽ കൊണ്ട് കട്ടി കൂടിയ സെൽവാൾ ഉള്ളത്. ലിഗ്നിൻ കൊണ്ട് കട്ടി കൂടിയാൽ അത് പ്രൊട്ടക്ഷന് സഹായിക്കും. പ്രൊട്ടക്ഷൻ തരുന്ന പ്രധാനമായിട്ടും ആരാണ്? സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ. അപ്പൊ സ്ക്ലീറൻ കൈമയെ പറ്റി NCERT പറയുന്നത് എന്താ? ദേ ആർ ലോങ് ആൻഡ് നാരോ ആസ് ദ വാൾസ് ആർ തിക്കൻ ഡ്യൂ ടു ലിഗ്നിൻ. ലിഗ്നിൻ വെച്ച് തിക്കൻഡ് ആയിട്ടുള്ള, ലോങ് ആയിട്ടുള്ള, നാരോ ആയിട്ടുള്ള കോശങ്ങളാണ് സ്ക്ലീറൻ കൈമയിലുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഹസ്ക് ഓഫ് എ കോക്കനട്ട്. അതിലൊക്കെയാണ് സ്ക്ലീറൻ കൈമ പ്രധാനമായിട്ടുള്ളത്. ടിഷ്യൂസ് ആർ ഡെഡ് ഇൻ നേച്ചർ. ജീവനില്ലാത്ത കോശങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. സ്ക്ലീറൻ കൈമ, ലിഗ്നിൻ, സ്ക്ലീറൻ കൈമ, കട്ടി കൂടിയ സെൽവാൾ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോണന്റ് ഓഫ് ഫ്ലോയം ടിഷ്യൂ? ഫ്ലോയത്തിന്റെ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബർ, പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം CS, കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബും. ആ കൂട്ടത്തിൽ ആരാളുള്ള? സീവ് ട്യൂബ്. ഓപ്ഷൻ എ. ഫ്ലോയത്തിന്റെ കമ്പോണന്റ് ആണ് സീവ് ട്യൂബ്. അടുത്ത ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് ദ ഫുഡ് കണ്ടക്ടിങ് കോംപ്ലക്സ് ടിഷ്യൂ ഇൻ പ്ലാന്റ് ഈസ് ട്യൂബുലാർ ആൻഡ് ഹാസ് പെർഫറേറ്റഡ് വാൾ? ട്യൂബുലാർ സ്ട്രക്ചർ വിത്ത് പെർഫറേറ്റഡ് വാൾ ആർക്കാണുള്ളത്? സീവ് ട്യൂബ്. NCERT വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. സുഷിരങ്ങളുള്ള അരിപ്പ പോലെ, അരിപ്പ, സീവ് ട്യൂബുലാർ, സീവ് ട്യൂബ്. ഓപ്ഷൻ ഡി. NCERT ഇവിടെ പറയുന്നുണ്ട് സീവ് ട്യൂബ്സ് ആർ ട്യൂബുലാർ സെൽസ് വിത്ത് പെർഫറേറ്റഡ് വാൾ. NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഓർത്തു വെക്കാനായിട്ട് അരിപ്പ, ട്യൂബ്, സീവ് ട്യൂബ് ഓർത്തു വെച്ചാൽ മതി. വിച്ച് മെരിസ്റ്റം ഈസ് ലൊക്കേറ്റഡ് നിയർ ദ നോഡ്? നോഡുകളിൽ കാണുന്ന മെരിസ്റ്റം ഇന്റർകാലറി മെരിസ്റ്റം. ഓപ്ഷൻ എ. ഇന്റർകാലറി മെരിസ്റ്റം ഈസ് ദ മെരിസ്റ്റം അറ്റ് ദ ബേസ് ഓഫ് ലീവ്സ് ഓർ ഇന്റർനോഡ് എന്ന് പറയും. NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. പാരൻകൈമ സെൽ കണ്ടെയ്ൻ ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസസ് ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞു പാരൻകൈമയുടെ ജോലി 3 S തുടങ്ങുന്ന സിന്തസിസ്, സ്റ്റോറേജ്, സപ്പോർട്ട്. ഓപ്ഷൻ ബി. NCERT സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് the tissue provides support to the plants and also stores food. Which of the following is true about the cells of meristematic tissue? Meristematic tissue എങ്ങനെയായിരിക്കും? They are active cell with a dense cytoplasm,
thin walls, prominent nuclei and no vacuole. Option B. Option B. Option B ആണ് ഉത്തരം. Which of the following is the most common simple permanent tissue? ഏറ്റവും കോമൺ ഏതാ? ഏറ്റവും കോമൺ പാരൻകൈമ അല്ലെ? ഏറ്റവും കോമൺ പാരൻകൈമ. ഓപ്ഷൻ ഡി. മോസ്റ്റ് കോമൺ ഈസ് പാരൻകൈമ. സൈലം ഈസ് എ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സൈലത്തിൽ എന്തൊക്കെയുണ്ട്? സൈലം പാരൻകൈമ, സൈലം ഫൈബർ, ട്രക്കീഡ്, ടി വി. സൈലത്തിന്റെ പരസ്യം ടി വിയിൽ. ടി വി, ട്രക്കീഡും വെസലും. ട്രക്കീഡ്, സൈലം പാരൻകൈമ, സൈലം ഫൈബർ. ഏതാ ഓപ്ഷൻ ആയിട്ട് വരുന്ന? ഓപ്ഷൻ എ ആണ് അല്ലെ. ബാക്കി എല്ലാത്തിലും ഫ്ലോയത്തിന്റെ കമ്പോണൻസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ടിഷ്യൂ അലോ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഇൻ ബോത്ത് ഡയറക്ഷൻ? സൈലം ഒറ്റ ഡയറക്ഷൻ, ഫ്ലോയം രണ്ട് ഡയറക്ഷൻ, ബൈ ഡയറക്ഷൻ, ബോത്ത് ഡയറക്ഷൻ. ഓപ്ഷൻ സി. ദ പാരൻകൈമ സെൽസ് ഇൻ പ്ലാന്റ് ആർ. പാരൻകൈമ കോശങ്ങൾ എന്താണ്? ലിവിംഗ് ആണ് ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസ്. കോശങ്ങൾക്കിടയിൽ സ്പേസ് ഉള്ള സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഏതാണ്? പാരൻകൈമയാണ്. കോളം കൈമയെ സ്ക്ലീറൻ കൈമയെ നോക്കിയാൽ അങ്ങനെയല്ല. ലിവിംഗ് ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് വിത്ത് intercellular space. Option A. Study the experimental setup containing a water-filled jar and an onion with growing roots set vertically up. Which type of tissue is present at portion A? Portion A എന്ന് പറയുന്നത് വേരുകളാണ്. വേരിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന NCERT ഹെഡിങ് തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് കൊടുത്തതിന്റെ താഴെ ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ത് ടിഷ്യൂ ആണ്? ഗ്രോത്തിനെ സഹായിക്കുന്ന, വേരിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ഓപ്ഷൻ എ. യെസ്. അടുത്ത ചോദ്യം. സെൽസ് ഓഫ് ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ലാക്ക് വാക്യൂൾ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിലെ കോശങ്ങൾക്ക് വാക്യൂൾ ഇല്ല. കാരണം എന്താ? മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആൻഡ് നീഡ് എ ഡെൻസ് സൈറ്റോപ്ലാസം. അവർക്ക് സൈറ്റോപ്ലാസം ഒരുപാട് വേണം. വാക്യൂൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസ് കൂടി വാക്യൂൾ ഏറ്റെടുക്കും. അപ്പൊ സൈറ്റോപ്ലാസം കുറവായിരിക്കും. അത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. വിച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഹാസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഓക്സിൻ? ഈ ഓക്സിൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഓക്സിൻ എന്ന് പറയുന്നത് ഒരു സസ്യ ഹോർമോൺ ആണ്, പ്ലാന്റ് ഹോർമോൺ ആണ്. ഈ റൂട്ടിന്റെയും ഷൂട്ടിന്റെയും ലെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഈ റൂട്ടിന്റെയും ഷൂട്ടിന്റെയും അറ്റത്ത് ഏത് മെരിസ്റ്റമുള്ള? എപ്പിക്കൽ മെരിസ്റ്റം. അപ്പൊ ഓക്സിൻ എവിടെയാണുള്ളത്? എപ്പിക്കൽ മെരിസ്റ്റത്തിലാണ്. എ കണക്ഷൻ നോക്കിയാൽ മതി. ഓക്സിൻ എപ്പിക്കൽ മെരിസ്റ്റം. ഓപ്ഷൻ ഡി. Which of the following statement is correct about the definition of complex permanent tissue? Complex permanent tissue are made up of different types of cell performing different tasks. പല ടാസ്കുകൾ ചെയ്യുന്ന പലതരത്തിലുള്ള സെല്ലുകൾ അടങ്ങിയിട്ടുള്ളതാണ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. നമ്മൾ സൈലം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സൈലം പാരൻകൈമ, സൈലം ഫൈബർ, ട്രക്കീഡ്സ്, വെസൽ, പലർക്കും പല രൂപമാണ്, പല ജോലികളാണ് അവർ ചെയ്യുന്നത്. ഡിഫറെന്റ് ടാസ്ക്, ഡിഫറെന്റ് സ്ട്രക്ചർ. ഓക്കെ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരൻകൈമ ടൈപ്പ് ഈസ് പ്രസന്റ് ഇൻ അക്വാട്ടിക് പ്ലാന്റ്സ്? ലാർജ് എയർ കാവിറ്റീസ് ഹെൽപ് ദം ടു ഫ്ലോട്ട്. ഏതാണ്? എയർ നിറഞ്ഞിരിക്കുന്ന പാരൻകൈമ, എയറൻ കൈമ എന്ന് വിളിക്കും. ഓപ്ഷൻ ബി. എയറൻ കൈമ. എയർ നിറഞ്ഞിരിക്കുന്ന പാരൻകൈമ, എയറൻ കൈമ. അടുത്തത്. ദ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ദാറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട്, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓട്ടോമാറ്റിക് ആയിട്ട് കൊള്ളാം എന്ന് പറയും അല്ലെ? കോളൻ കൈമ. ഫ്ലെക്സിബിലിറ്റി, കോളൻ കൈമ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ? ആകെ രണ്ട് ടൈപ്പ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവേ ഉള്ളൂ. ഒന്ന് സൈലം ആണെങ്കിൽ മറ്റൊന്ന് എന്താണ്? ഫ്ലോയം എന്ന് പറയുന്നതാണ്. ഈ കൂട്ടത്തിൽ ആരുണ്ട്? ഫ്ലോയം ഉണ്ട്. സോ ഫ്ലോയം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ടിഷ്യൂ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ദാറ്റ് ആർ ഡെഡ് അറ്റ് മെച്യൂരിറ്റി? കോളൻ കൈമ ലിവിംഗ് ആണ്. എയറൻ കൈമ പാരൻകൈമയുടെ ഒരു ടൈപ്പാണ്, ലിവിംഗ് ആണ്. പാരൻകൈമ ലിവിംഗ് ആണ്. പക്ഷേ സ്ക്ലീറൻ കൈമ എന്താണ്? ഡെഡ് ആണ്. ഓപ്ഷൻ ബി. സ്ക്ലീറൻ കൈമ ഈസ് ഡെഡ് ഇൻ നേച്ചർ. Which of the following meristem is responsible for lengthwise growth at the end of shoot and root? അറ്റത്ത് കാണുന്ന മെരിസ്റ്റം അപ്പിക്കൽ മെരിസ്റ്റം. അപ്പിക്കൽ മെരിസ്റ്റം. ഓപ്ഷൻ എ. അറ്റത്ത് കാണുന്ന മെരിസ്റ്റം അപ്പിക്കൽ മെരിസ്റ്റം. Then which of the following correctly describe parenchyma? A simple permanent tissue. Parenchyma is made up of living, loosely arranged cell with a thin cell wall and store food. Parenchyma is made of living, loosely arranged cells with the thin walls that store food. Option B. Meristematic tissue are found only in specific region on the basis of position.
വിച്ച് ഈസ് നോട്ട് എ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. നമുക്ക് 3 ടൈപ്പ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണുള്ളത്. ഒന്ന് എപ്പിക്കൽ, രണ്ടാമത്തെ എന്താ ഇന്റർ കാലറി, മൂന്നാമത്തെ എന്താ ലാറ്ററൽ. 3 ടൈപ്പേ ഉള്ളൂ, എപ്പിക്കൽ, ഇന്റർ-കാലറി, ലാറ്ററൽ. അപ്പോ എന്തില്ല? ബേസൽ എന്ന് പറയുന്ന ടൈപ്പ് ഇല്ല. ഓപ്ഷൻ എ ബേസൽ എന്ന് പറയുന്ന ടൈപ്പ് ഇല്ല. എ ബോട്ടണിസ്റ്റ് ഒബ്സർവ് എ പ്ലാന്റ് എക്സിബിറ്റിംഗ് റാപ്പിഡ് ഗ്രോത്ത് അറ്റ് ദ ഷൂട്ട് ടിപ്പ്, അറ്റത്ത് അല്ലെ. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ ഇസ് മോസ്റ്റ് ലൈക്ലി റെസ്പോൺസിബിൾ? അറ്റത്ത് കാണുന്ന മെരിസ്റ്റം എപ്പിക്കൽ മെരിസ്റ്റം. ഓപ്ഷൻ ഡി എപ്പിക്കൽ മെരിസ്റ്റം. വൈ ഡസ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ഒക്കർ ഓൺലി അറ്റ് സ്പെസിഫിക് റീജിയൻ? പിന്നെയും ഈ കോൺസെപ്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ബിക്കോസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആർ ലൊക്കേറ്റഡ് ഓൺലി ഇൻ സ്പെസിഫിക് റീജിയൻ. ഗ്രോത്തിന് സഹായിക്കുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. അത് എല്ലായിടത്തും കാണില്ല, സ്പെസിഫിക് റീജിയനിലേ കാണുള്ളൂ. റൂട്ടിന്റെ അറ്റത്ത് അല്ലെങ്കിൽ ഷൂട്ടിന്റെ അറ്റത്ത് അല്ലെങ്കിൽ നോഡിന്റെ ഇടയിലായിട്ട് എല്ലായിടത്തും ഒരുപോലെ കാണില്ല. എ ഫ്ലെക്സിബിൾ കൊള്ളാം, കോളൻ കൈമ, ഫ്ലെക്സിബിൾ കോളൻ കൈമ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ഈസ് കറക്റ്റ്? കോംപ്ലക്സ് ടിഷ്യൂസ് ആർ സൈലം ആൻഡ് ഫ്ലോയം ആൻഡ് ഫോം വാസ്കുലാർ ബണ്ടിൽ അല്ലെ. കോംപ്ലക്സ് ടിഷ്യൂ ജന്തുക്കളിൽ കാണാൻ പറ്റില്ല, ആനിമൽസിൽ കാണാൻ പറ്റില്ല. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. സൈലം ആൻഡ് ഫ്ലോയം, കോംപ്ലക്സ് പെർമനന്റ്. The complex tissue that transport food in plant, phloem, and it consists of living cell like sieve tube and companion cell. Option D. ഫുഡിന്റെ ട്രാൻസ്പോർട്ടിന് ഫ്ലോയത്തിലെ ഒരു കമ്പോണന്റ് ആണ് ആര്? കമ്പാനിയൻ സെൽ, കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെ. ഫ്ലോയത്തിന്റെ താഴെ CS ആയിരുന്നു, കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബും. വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്റ്റിങ്ക്വിഷസ് ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ? ഈ പ്ലാന്റ് സെല്ലുകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അവര് വിത്ത് മുളയ്ക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ജീവിതകാലം മൊത്തം ചെലവഴിക്കുന്നത്. പക്ഷെ ആനിമൽസ് അങ്ങനെയല്ല, അവർക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്ലാന്റിനെ അത് സപ്പോർട്ട് ചെയ്യണം അല്ലെ. ആ മണ്ണിൽ തന്നെ നല്ല കാറ്റ് വരുമ്പോഴും മറ്റ് മഴ അങ്ങനെയുള്ള കലാമിറ്റീസ് വരുമ്പോഴൊക്കെ അവിടെ തന്നെ അതിനെ നിലനിൽക്കണം. അപ്പൊ അതിനുവേണ്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഡെഡ് ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാവും, ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടാവും. ആനിമൽസിൽ അങ്ങനെയല്ല, ആനിമൽസിൽ ജീവനുള്ള കോശങ്ങളാലാണ് അത് സമൃദ്ധമായിട്ടുള്ളത്. പക്ഷെ പ്ലാന്റ്സിൽ അങ്ങനെയല്ല, സപ്പോർട്ട് ചെയ്യാനായിട്ട് ജീവനില്ലാത്ത ഒരുപാട് സപ്പോർട്ടിങ് സെല്ലുകൾ ഉണ്ടാവും. ഓപ്ഷൻ ബി അല്ലെ. പ്ലാന്റ് ടിഷ്യൂസ് ഹാവ് ഡെഡ് സപ്പോർട്ടീവ് സെൽസ് വൈൽ ആനിമൽ ടിഷ്യൂസ് ആർ മോസ്റ്റ്ലി ലിവിങ് എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ ഹസ്ക് ഓഫ് കോക്കനട്ട്? കോക്കനട്ട് ഹസ്കിൽ എന്താണ്? സ്ക്ലീറൻകൈമ എന്ന് പ്രൊവൈഡ് ചെയ്യുന്നു സ്ട്രെങ്ത്തും റിജിഡിറ്റിയും. അടുത്ത ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഈസ് റെസ്പോൺസിബിൾ ഓഫ് ഇൻക്രീസ് ഇൻ ഹൈറ്റ് കൂടാൻ സഹായിക്കുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം. ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ഹൈറ്റ്, എപ്പിക്കൽ മെരിസ്റ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്ലോയം ഈസ് കറക്റ്റ്? എന്താ? ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട്. ഓപ്ഷൻ എ ഫുഡിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആര് സഹായിക്കുന്നു? ഫ്ലോയം സഹായിക്കുന്നു. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ മേക്ക് ദ പ്ലാന്റ് ഹാർഡ് ആൻഡ് സ്റ്റിഫ്? ഹാർഡ് ആൻഡ് സ്റ്റിഫ് ആക്കുന്ന ആരാണ്? സ്ക്ലീറൻകൈമ, ജീവനില്ലാത്ത കോശങ്ങൾ അടങ്ങിയിട്ടുള്ള സ്ക്ലീറൻകൈമ. ഓപ്ഷൻ എ ഹാർഡ് ആൻഡ് സ്റ്റിഫ് സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് ടിഷ്യൂ ആർ മേഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽ. ഓപ്ഷൻ സി മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽ, കോംപ്ലക്സ് ടിഷ്യൂ. വൈ ഡസ് ഗ്രോത്ത് ഇൻ പ്ലാന്റ് ഒക്കർ ഇൻ സ്പെസിഫിക് റീജിയൻ? ഗ്രോത്ത് എവിടെയാണ് സംഭവിക്കുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂലാണ്. കാര്യം സ്പെസിഫിക് റീജിയനിൽ ആരാളുള്ള? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ പ്ലാന്റ് ഹാസ് ദ ഡിവൈഡിംഗ് ടിഷ്യൂ റീജിയൻ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത്? ഡിവൈഡിംഗ് മെരിസ്റ്റം അല്ലെ. മെരിസ്റ്റമാണ് ആക്റ്റീവ്ലി ഡിവൈഡിംഗ് കോശങ്ങൾ കൊണ്ട് അടങ്ങിയിട്ടുള്ളത്. ഓപ്ഷൻ സി. ഇൻ പ്ലാന്റ്സ് food made in leaves is transported to other part of the complex tissue. Food phloem. Option A. Then which of the following plant tissue perform photosynthesis ചെയ്യണമെങ്കിൽ ക്ലോറോഫിൽ വേണം. ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള പാരൻകൈമയെ നമ്മൾ ക്ലോറൻകൈമ എന്ന് പറയും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വാട്ട് ആർ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സൈലം ആൻഡ് ഫ്ലോയം? സൈലം വെള്ളവും മിനറൽസും കൊണ്ടുപോകുന്നു, ഫ്ലോയം എന്ത്? ഫുഡിനെ കൊണ്ടുപോകുന്നു. ഓപ്ഷൻ ബി. സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ്, ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ്. ഓക്കെ, സോ വളരെ ചെറിയൊരു പോർഷൻ ആണ്, വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. പ്ലാന്റ് ടിഷ്യൂലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു PDF നിങ്ങൾ റിവൈസ് ചെയ്യുക. ജോയിൻ ദ ടെലിഗ്രാം ചാനൽ ഫോർ ദ PDF. ഈ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം.
ഈ PDF എക്സാമിന്റെ തലേന്നൊക്കെ ആയിട്ട് വായിക്കുക. എല്ലാ പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് റിവൈസ് ചെയ്താൽ തന്നെ ഈ ഒരു പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.